മല്ലികാന്റിയുടെ 50 വർഷത്തെ ചടങ്ങ് എന്ന് ട്രിവാൻഡ്രത്ത് നടക്കുമ്പോൾ പൃഥ്വിയും ഇന്ദ്രജിത്തും എല്ലാവരും ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങുന്നു. പൃഥ്വി ഒരു ഇന്നോവ ഓട്ടിച്ച് നേരെ പോകുന്നു. അതൊക്കെ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ കത്തി നിന്നൊരു സംഭവമായിരുന്നു. സോ മല്ലികാന്റിയുടെ 50-ാം വർഷത്തോടനുബന്ധിച്ച് ഗോൾഡൻ പോയിന്റ്സ് വിത്ത് മല്ലിക സുകുമാരനാണ് ഇനി നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഇതിൽ 6 ഫോട്ടോസ് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. എല്ലാ ഫാമിലിയാണ് മല്ലികാന്റി. ഓക്കെ, ഇവരോട് ഈ 50-ാം വർഷത്തിൽ മല്ലികാന്റിക്ക് എന്താണ് 2 വരിയിൽ പറയാനുള്ളതെന്നാണ് ഞങ്ങൾ അറിയാൻ പോകുന്നത്. സോ മല്ലികാന്റി എന്നെ ഓപ്പൺ ഇതങ്ങ് ടിയർ ചെയ്താൽ മതി. എന്നിട്ട് ഫസ്റ്റത്തെ ഫോട്ടോ ടിയർ ചെയ്യാം. പൃഥ്വിരാജ് 2ാമത്തെ മകനാണ്. ഈ 50-ാം വർഷത്തിൽ എന്താണ് രണ്ടാമത്തെ മോനാ? പണ്ടൊരിക്കൽ ഇതുപോലെ ഒരാള് പറഞ്ഞിട്ടുണ്ട്, ഒരു വിളക്ക് കാണിച്ചപ്പം. അത് ഞാൻ പറയുന്നില്ല ഇപ്പൊ ഇവിടെ. എന്താ ആന്റി പറഞ്ഞത്? അല്ല, ഒരു വിളക്ക് മോള് സാധാരണ മയിൽ വിളക്കല്ലേ, എന്റെ വീട്ടിലൊരു ഗണപതി വെച്ചൊരു വിളക്കുണ്ടായിരുന്നു. ഷോ, നല്ല ഭംഗി. ഇത് ആന്റി ഉണ്ടാക്കിയതാ. ഞാൻ അതേ കുറച്ചു കാലമായിട്ട് പടമൊന്നും ഇല്ലാത്തോണ്ട് ഇപ്പൊ വിളക്കുണ്ടാക്കല ജോലി. 2ാമത്തെ മകനോട് എന്താണ് പറയാനുള്ളത്? അയ്യോ, എൻ്റെ പൊന്നു മോനാണ് അവൻ. അമ്മയ്ക്ക് സങ്കടം വന്നാൽ ഒപ്പം സങ്കടം വരുന്ന ഭയങ്കര തന്നേടിയാണെന്ന് നിങ്ങളൊക്കെ ധരിക്കുന്ന ആള്. പക്ഷേ പാവമാണ് അവൻ, ലോലഹൃദയനാണ്, അമ്മയുടെ ചക്കരക്കുട്ടനാണ്. എനിക്ക് ഒന്നേ പറയാനുള്ള, മോനെ ഇങ്ങനെ തന്നെ സത്യസന്ധമായിട്ട് കഷ്ടപ്പെടാനും സത്യം മാത്രം തുറന്നു പറഞ്ഞ് അച്ഛൻ പറഞ്ഞിരിക്കുന്ന പോലെ ഇതുപോലെ മുന്നോട്ട് പോവുക. നമുക്ക് ജനങ്ങൾ കൂടെ ഉണ്ടാവും, ഈശ്വരൻ കൂടെ ഉണ്ടാവും. കൈയടി കൊടുക്കാം, വലിയൊരു കൈയടി. സൂപ്പർ. ഇനി അടുത്ത പിക്ചർ ആരുടെയാന്ന് നമുക്ക് നോക്കാം. ഇന്ദ്രജിത്ത്, ആദ്യത്തെ മകൻ മല്ലികാന്റിന്റെ. അതെ, ഇന്ദ്രന് ഈ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ആദ്യത്തെ മകൻ എന്നുള്ളൊരു പരിഗണന ഒരു 3-3.5 വയസ്സ് വരെ കൊടുത്തു, പിന്നെയും കൊടുത്തു. പക്ഷെ അവൻ സമ്മതിക്കുന്നില്ല. അവന് പൃഥ്വിരാജ് മതി. അയ്യോ പാവം, അയ്യോ പാവം എന്ന് പറഞ്ഞ് ഇത് ഇവർ തമ്മിലാണ് വലിയ കമ്പനി. ഞാനുമായിട്ട് പറയാത്ത പല കാര്യങ്ങളും. അതുകൊണ്ട് ഇപ്പോഴും 50th ഇയറിൽ അമ്മയ്ക്ക് പറയാനുള്ളത്, അമ്മയുടെ കാലം കഴിഞ്ഞാലും ചേട്ടനും അനിയനും ഒറ്റക്കെട്ടായിട്ട് ഇതുപോലെ സ്നേഹിച്ചു പോകണം. മോന രാജുവുണ്ട്, രാജുവിന് ഇന്ദ്രേട്ടനും ഉണ്ട്. ഇനി അടുത്ത പിക്ചർ മല്ലികാന്റി തന്നെയാണ്. സുപ്രിയ. അയ്യോ, നല്ലത് പറഞ്ഞില്ലേ, മിക്കവാറും തല്ല് കിട്ടും എനിക്ക് അല്ലേ? അതില്ല കേട്ടോ. അയ്യോ, ഇതുപോലെ ഒരു പെൺകുട്ടി വന്നില്ലായിരുന്നെങ്കിൽ. രാജു എന്തൊരു സ്മാർട്ടാണെന്നറിയാം. കാരണം വേറെ കൊണ്ടല്ല, കുഞ്ഞിൻ്റെ പഠിത്ത കാര്യമാവട്ടെ, പ്രൊഡക്ഷൻ ആവട്ടെ, ഡിസ്ട്രിബ്യൂഷൻ ആവട്ടെ എന്ന് വേണ്ട. ഓഫ് കോഴ്സ് രാജു അതിൻ്റെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും രാജുവിന് സമയം തികയുന്നില്ല. അയ്യോ, അതെന്റെ മോൻ തന്നെ. അത് ശരി, ആരാ സ്മാർട്ട്? എന്റെ മോൻ സ്മാർട്ടാ, അതാ കൂടെ വന്നത് ഭാര്യയായിട്ട്. അയ്യോ, അതാ ഞാൻ സത്യം. ഷീ ഈസ് വെരി സ്മാർട്ട്. എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പിടിക്കുക ആണ്. പക്ഷെ ഒരു കാര്യം പറഞ്ഞേ, സുപ്രിയ ഭയങ്കര പൊസസീവ് ആണെന്ന്. അതെ, അങ്ങനെ എങ്ങനെയാ തോന്നിയത് മല്ലികാന്റി? അങ്ങനെയല്ല, നമുക്കറിയാമല്ലോ. അപ്പോൾ ഞാൻ, എൻ്റെ ഭർത്താവ്, എൻ്റെ കുഞ്ഞ് എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സാമ്രാജ്യമോ. അവിടെ കടന്നു കയറി ആക്രമിക്കാനൊന്നും ആരെയും സമ്മതിക്കുന്നില്ല. അത് എൻ്റെ സ്വഭാവമാണ്. എന്താ അമ്മയ്ക്ക് ഞങ്ങളുടെ കൂടെ വന്നത്? വേണ്ട, എനിക്കിതാ ഇഷ്ടം. എല്ലാ 2 മക്കളും കൂടെ വിളിക്കും, വാമ്മേ വാമ്മേ വാമ്മേ. ഞാൻ പറയടാ, രാവിലെയൊക്കെ രാത്രിയിലൊക്കെ നിങ്ങൾ ബർഗറും കുന്തവും കുടച്ചക്കറൊക്കെ വാങ്ങിച്ച് തിന്നുമ്പോൾ 2 ദോശ ഇട്ട് തരുമോ? അത് ഞാൻ ചോദിക്കാൻ നിൽക്കണ്ടേ? വേണ്ട, ഞാൻ എൻ്റെ ജോലിക്കാരും ഒക്കെ ആയിട്ട് എല്ലാവരും എനിക്കുണ്ട് അതിൻ്റെ സെറ്റപ്പുകളൊക്കെ. അതാണ് സന്തോഷം. നിങ്ങൾക്ക് എപ്പോൾ അമ്മ ഉണ്ടാക്കുന്ന ആഹാരമാണ്, അപ്പോൾ ഇങ്ങോട്ട് പോരും. ഒരിക്കലും ചെന്ന് നിൽക്കില്ലേ മല്ലികാന്റി അവരുടെ അടുത്ത്? ഇതുവരെ പോയി അങ്ങനെ നിന്നിട്ടില്ല. പക്ഷെ കാലത്തോട്ട് വൈകിട്ട് വരെ ഇരിക്കും, സിനിമയൊക്കെ കാണും. തിരിച്ചു രാത്രി നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ വീട് തന്നെ സ്വർഗ്ഗം. അടിപൊളി അടിപൊളി. അപ്പൊ നെക്സ്റ്റ് പിക്ചർ നമുക്ക് നോക്കാം. 3 പേരായിട്ടുണ്ട്. പൂർണിമ. അയ്യോ, പൂർണിമ ഈ ക്ഷീണിക്കുന്ന മുഴുവൻ ഈ ജോലിയാണ് കേട്ടോ. കുറെ നേരം അറിയാമല്ലോ, ഒരു പൊട്ടിക്കൊണ്ട് അതിന്റെ പുറകെ. പിന്നെ മക്കൾ 2 പേരും നന്നായിട്ട് പഠിക്കും. എപ്പോഴും അവർ നന്നായിട്ട് പഠിച്ചുകൊണ്ട് അത് മുഴുവനും പൂർണിമയുടെ തലയില്ല. കാരണം ഇന്ദ്രൻ വീട്ടിലേ ഇല്ല. പിന്നെ എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ നോക്കുന്നത്? അതുകൊണ്ട് എപ്പോഴും ഞാൻ പറയുന്നൊരു പോയിന്റ് ഇതാണ്, 2 പേർക്കും അനുയോജ്യരായ 2 പെൺകുട്ടികളെ കിട്ടിയതാണ് അവരുടെ വിജയത്തിന്റെ ഒരു ജീവിത വിജയത്തിൽ. 50th ഇയറിൽ എന്ത് പറയും? അമ്മയ്ക്ക് 50 വർഷം എന്ന് പറയുമ്പോൾ ഇപ്പൊ മൊത്തത്തിൽ എത്ര വയസ്സായെന്ന് അറിയാമല്ലോ അല്ലേ? അപ്പം അതുകൊണ്ട് ഇതുപോലൊക്കെ സ്നേഹത്തോടും ഇതെല്ലൊക്കെ ജീവിച്ചു പോവുക. അപ്പോഴേ ജനം പറയുള്ളൂ അമ്മയുടെ സ്വപ്നങ്ങൾ സഫലമായി. ഓക്കെ, എന്നാൽ ഒരു ചെറിയൊരു ചോദ്യം, വേറൊന്നുമല്ല, നമ്മുടെ ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് വന്നതാണ്. ചെറുതായിട്ടെങ്കിലും ഒരു അമ്മായിയമ്മ മരുമകൾ പോരുണ്ടെങ്കിൽ ആ പോരെടുക്കുന്ന ആരെടുത്തായിരിക്കും? സുപ്രിയ. എനിക്കത് ഇഷ്ടമേ അല്ല. ഞാൻ എന്നെ കിട്ടത്തില്ല പോരിന്. ഞാൻ ഇവരുടെ കൂടെ താമസിക്കത്തില്ലല്ലോ.
പിന്നെ പോരെടുക്കാൻ പിന്നെ എങ്ങനെ പോരെടുക്കുന്നത് അതിരിക്കത്തില്ല. ഞാൻ വേറെ അത് പറയാൻ മക്കൾക്ക് വലിയ പരാതിയാണ് കൂടെ ശ്രദ്ധിക്കാതെ. അതല്ല, അതുകൊണ്ടാണ് ഈ സ്നേഹം. ആണ്. നമ്മൾ കൂടെ കടന്ന് വരവയാ തീർന്ന കാര്യം അതോടുകൂടി തീർന്നു. അല്ല, എന്നാൽ ഒരു ഇച്ചിരി മല്ലിക ആന്റിക്ക് ഇവളെ ഒന്ന് സൂക്ഷിക്കുന്നതാണ് നല്ലതെന്ന് തോന്നിയത് ഇവരിൽ ആരെയാടി? അങ്ങനെ അതങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഇനി ചിന്തിച്ച് നോക്കാം അടുത്ത ഇന്റർവ്യൂവിൽ വരുമ്പോ. ഇതുവരെ അവരെ കൊണ്ട് എനിക്ക് യാതൊരു ഇതുമില്ല. ഞാനിവിടെ വന്നതെന്ന് പറഞ്ഞാൽ ഉടനെ അവരെയൊക്കെ വിളിക്കുകയും ഭക്ഷണം വരെ ഉണ്ടാക്കി കൊടുക്കുക. അമ്മയ്ക്ക് ഇവിടെ കുറച്ച് ചിക്കൻ ഉണ്ടാക്കി അതിപ്പോൾ അങ്ങോട്ട് ഇതൊക്കെ അതറിയാം. ഞാൻ അവിടെ പോയി കഴിക്കുകയില്ല, അത് രണ്ടുപേർക്കും അറിയാം. പിന്നെ എന്തെങ്കിലും വിശേഷം പിറന്നാൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ രാവിലെ ചെല്ലും. അതാണ് വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ അതുകൊണ്ടാണ് ഈ ഹാപ്പി ആയിട്ട് പോകുന്നത് മോളെ. സത്യം പറയാൻ പറ്റേതറിയോ, ചില അമ്മമാർക്കുണ്ടല്ലോ അവിടെ ചെന്നിരിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ മോനോട് കുറച്ച് കൂടുതലാണ് ഞാനിവിടെ ഇരുന്നിട്ട് അവൾക്ക് മൈൻഡില്ല, എൻ്റെ മോനെ വിളിച്ചോണ്ട് അങ്ങ് പോയി എന്നൊക്കെ ചിന്തിക്കുന്നവരോട്ട്. അല്ലല്ല, എന്നാൽ ഈ അമ്മമാർക്കൊരു ആൺമക്കളോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടം അല്ല, അത് പലർക്കും ഉണ്ട്. പൊസസീവ്നെസ് കൂടുതലാ അമ്മമാർക്ക് ആൺപിള്ളേരോട്. പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ ചിന്തിക്കേണ്ടതേ നമ്മളാണ് ആ സ്ഥാനത്തെങ്കിലും നമുക്കൊരു ജീവിതം വേണ്ടേ. ഞാൻ, എൻ്റെ ഭർത്താവ്, എൻ്റെ കുഞ്ഞ്, അതിനകത്ത് ഒരുപാട്. പക്ഷെ തെറ്റ് കണ്ടാൽ പറയണം, അത് കാണിച്ചത് ശരിയായില്ല എൻ്റെ മോനെ എന്ന് പറയാം. അത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയാം. ചുമ്മാ എന്തിനാ? അതാണ് മോളെ വിളിച്ചോണ്ടൊരു സിനിമയ്ക്ക് പോയാൽ എന്നാലും അവൻ എന്നെ വിളിച്ചില്ലല്ലോ എന്ന് പറയുന്ന അമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവർക്ക് പോയി ഒരു സിനിമ കണ്ടൂടെ? അവരുടെ കീഴിൽ തന്നെ രണ്ടുപേരുടെ നടക്കിരുന്നേ കാണാവോ? അല്ല, അതൊക്കെ ശരിയല്ല. അത് അങ്ങനൊന്നും അമ്മായിയമ്മമാരും വിചാരിക്കരുത്. പൂർണ്ണിമേശീനെ ഞങ്ങൾ വിളിച്ചപ്പോൾ ഞങ്ങളോട് പറഞ്ഞ മല്ലിക ആന്റി ആണെങ്കിൽ ടേക്ക് കെയർ ചെയ്ത് നോക്കിക്കൊള്ളാം എന്നാ പറഞ്ഞത്. അപ്പൊ അത്രയും വിലവടാണ്. ഇനി അടുത്ത പിക്ചർ തുറക്കാൻ പോകുന്നു. 50th ഇയറിൽ എന്താണ് പറയാ? ഇതാണ് അച്ഛമ്മയുടെ ഒരു പൊന്നുമോൾ. അവള് എല്ലാം ഉപദേശിക്കും എൻ്റെ മോനെയും ഒക്കെ. സത്യം ഒന്നും അറിഞ്ഞോണ്ടതല്ല, പക്ഷെ പറയുന്നതൊക്കെ ഭയങ്കര സെൻസിബിളായിട്ട് പറയും. അവളൊരു ദിവസം എടുത്ത് ചോദിക്കുക, ക്രിസ്മസ് ഹോളിഡേയ്സ് ആണ് അച്ഛമ്മ, വൈ കാണ്ട് യു കം ആൻഡ് സ്റ്റേ വിത്ത് അസ് ഫോർ 1 week? ഞാൻ അല്ല മോളെ, ഇത് 4 വീടിന് അപ്പുറത്തല്ലേ എൻ്റെ പൊന്നുമോള് താമസിക്കുന്നത്. മക്കൾ ഇഞ്ഞ് പോയി സ്കൂൾ അടയ്ക്കുമ്പോൾ. അപ്പം ഞാൻ എന്നിട്ട് പറയടാ, ഇത്രയും കാലമായി, ഒരാഴ്ച അവധിയുണ്ട്, ഇഞ്ഞ് പോരമ്മേന്ന് നിങ്ങൾ വിളിച്ചിട്ടുണ്ടോ? കണ്ടോ അവരെ പറഞ്ഞു. ശരി, ഞങ്ങൾ വിളിച്ച അമ്മ വരുമോ? ഞാൻ എന്നാലും അത് അവൾ ആരും പറഞ്ഞു കൊടുക്കാതെ ഇപ്പം തന്നെ വന്നപ്പോഴത്തേക്ക് എന്തെങ്കിലും രാജു ചുമ്മാ. അപ്പം പണ്ട് ഇതുപോലെ രാജു കയറി വരുമ്പം ഇങ്ങനെ അമ്മ എന്നെ വഴക്ക് പറയും, ഡാഡാ എന്നെ വഴക്ക് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചുമ്മാ എങ്കിലും രാജുവിനൊക്കെ എന്തിനാടാ കുഞ്ഞിനെ വഴക്ക്. അപ്പോൾ അവൻ ചുമ്മാതാവേ ഞാൻ ഒന്ന് പറഞ്ഞതെന്ന് പറയും. പിന്നെ അവൾ വരുമ്പോൾ എങ്ങനെ അറിയാം, കഥ കഴിഞ്ഞിട്ട് കയറുമ്പോഴേ ഡാഡാ എന്നെ വഴക്ക് പറഞ്ഞു ചുമ്മാതാ. അപ്പം അവിടെ ധാരണ ഒരടിയെങ്കിലും കൊടുക്കണമെങ്കിൽ അച്ഛമ്മയുടെ ഒരു സഹായം വേണം. അലങ്കൃതയോട് എന്ത് പറയും? അലങ്കൃത അച്ഛമ്മയുടെ തക്കുടുവാണ്. ഐ നോ ദാറ്റ് ഷീ ഈസ് എ വെരി ഇൻ്റലിജൻറ്റ് ഗേൾ. കീപ് ഗോയിങ് മക്കളെ, മിടുമിടുക്കിയായിട്ട് വരും എൻ്റെ മോള്. അത് അച്ഛമ്മയ്ക്ക് അറിയാം. അപ്പൂപ്പൻ്റെ എഴുത്തും വായനയുണ്ട്, അച്ഛൻ്റെ മിടുക്കുണ്ട്, അമ്മയുടെ മിടുക്കുണ്ട്, എല്ലാം കൂടെ ഒരു കോമ്പിനേഷനാണ് അലങ്കൃത പൃഥ്വിരാജ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും അതേ ഉള്ളൂ പറയാൻ. കൂടുതൽ എന്താ പറയാനാ? 8 വയസ്സാവാൻ പോകുന്ന കുഞ്ഞിനോട്. ഇനി ഒരു പിക്ചറും കൂടെ ഉള്ളൂ, എന്താണെന്ന് നോക്കാം. 50ാം വർഷത്തില് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മല്ലിക ആന്റി ആ 50th ഇയറിൽ മിസ് ചെയ്തത് സുഖേട്ടനെയാണോ? തീർച്ചയായിട്ടും. എന്താ സംശയം മോളെ, കൊള്ളാം. എനിക്ക് ജീവിതം തന്ന, എനിക്കിതെല്ലാം തന്ന ഒരു ദൈവ അവതാരം പോലെയുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം ഇല്ലാതെയൊക്കെ ഇതിങ്ങനെ കൊണ്ടുപോകുന്നത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ സഹിക്കുന്നുണ്ട്, പക്ഷേ അത് പുറത്ത് പറയുന്നില്ലെന്ന് മാത്രം. എനിക്കിങ്ങനെ ഒരു ജീവിതം കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചല്ല. അതും ആ ഒരു കഷ്ടപ്പാടുമില്ലാതെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് എല്ലാം തയ്യാറാക്കി വെച്ചിട്ട് കറക്റ്റായിട്ട് പോയ ഒരാളാണ് അദ്ദേഹം. എല്ലായ്പ്പോഴും മക്കളും മരുമക്കളും കൊച്ചുമക്കളും കൂടെയില്ല എന്ന പരിഭവമുണ്ട് മല്ലിക സുകുമാരന്. എന്നാലും അവർ സിനിമാ തിരക്കുകളുമായി കഴിയുകയാണെന്ന ധാരണയുമുണ്ട് ഈ അമ്മയ്ക്ക്. ചില അഭിമുഖങ്ങളിൽ മാത്രമാണ് മല്ലിക എന്ന അമ്മ ആ പരിഭവം പങ്കിടാറുള്ളത്. അവരുടെ ഒപ്പം ചേർന്നാൽ ഈ അമ്മയ്ക്ക് ആഘോഷമാണ്. അമ്മയുടെ ജന്മദിനം ആഘോഷമാക്കാൻ മക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടി എത്തിയിരുന്നു. കൊച്ചുമക്കളിൽ മടിയിലിരുത്താൻ പ്രായമുള്ള ഒരാൾ ഇനി പൃഥ്വിരാജിന്റെ മകൾ അല്ലി എന്ന് വിളിക്കുന്ന അലംകൃത മാത്രമാണ്. അല്ലിമോൾ അച്ഛമ്മയുടെ മടിയിൽ ഇറക്കുന്ന വീഡിയോയും ചിത്രങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. മല്ലിക സുകുമാരന്റെ 2 മക്കൾക്കും പുത്തൻ താമസ സ്ഥലം ഉറച്ച വർഷം കൂടിയാണ് ഇത്. ഇന്ദ്രജിത്തും പൂർണ്ണിമയും വർഷങ്ങളായുള്ള ഫ്ളാറ്റിലെ താമസം ഒഴിവാക്കി ഒരു വീട് വെച്ച് താമസം ആരംഭിച്ചത് ഈ വർഷമാണ്. ഇക്കൊല്ലമായിരുന്നു പാലുകാച്ചൽ. പൃഥ്വിരാജ് ഭാര്യയും മക്കളെയും കൊണ്ട് മുംബൈയിലേക്ക് താമസം മാറുകയും ചെയ്തിരുന്നു. എല്ലാ ഇന്റർവ്യൂസിലും രസകരമായി സംസാരിക്കുന്ന ഒരാൾ കൂടിയാണ് മല്ലിക സുകുമാരൻ. തന്റെ കുടുംബത്തെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, മരുമക്കളെക്കുറിച്ച് എല്ലാം വാതോരാതെ മല്ലിക പറയാറുമുണ്ട്.